ഹലോ, എല്ലാവർക്കും നീതുസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചോമീനാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് ആദ്യമായി വേണ്ടത് ചോമീനാണ് വേവിച്ചെടുത്തത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ എന്നിവയാണ്. പിന്നെ ഞാൻ ചില്ലി സോസും സോയാ സോസും എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ചിക്കി പൊരിച്ചതും ചിക്കൻ വറുത്ത് മുറിച്ചെടുത്തതുമാണത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ആഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിൽ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം, സവോള ആഡ് ചെയ്യാം. സവോള നന്നായിട്ട് വാടാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്നും വാടാനായിട്ട് നിൽക്കേണ്ട. ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ സ്റ്റൗ ഉണ്ടായിരിക്കേണ്ടത്. അതിന് ശേഷം ആഡ് ചെയ്തത് ക്യാബേജാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ക്യാരറ്റാണ്. പിന്നെ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാ കളറുകളും കൂടി വേണമെങ്കിലും യൂസ് ചെയ്യും. എൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന പച്ച കളറുള്ള ക്യാപ്സിക്കം ആയിരുന്നു. ഞാൻ അതാണ് ആഡ് ചെയ്തത്. ഇതൊന്നും വേവാനായിട്ട് കാത്തു നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ഇനി ഞാൻ ഇട്ടിരിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ടേസ്റ്റിന് ആവശ്യത്തിന്. പിന്നെ മുട്ട ചിക്കി പൊരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സമയമെല്ലാം സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ചിക്കൻ വേവിച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. വറുത്തതാണ് കേട്ടോ. സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് പാചകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് സോയാ സോസും റെഡ് ചില്ലി സോസുമാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും, ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാനിട്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തത് വിനാഗിരിയാണ്. വിനാഗിരി ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോമീൻ ആഡ് ചെയ്യാം. ചോമീൻ അഥവാ നൂഡിൽസ് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്തും സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇതൊരു ചൈനീസ് വിഭവം ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കരുത്. പച്ചക്കറികളെല്ലാം വെന്ത് പോകും. ഹൈ ഫ്ലെയിമിലിട്ട് വേണം പാചകം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതാ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ചോമീൻ വളരെ ഈസിയായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ കാണുകയും മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.